ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 1 പുതിയൊരു മാസം തുടങ്ങിയപ്പോൾ പുതിയൊരു മലയാളം സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ തുടങ്ങിയവർ അഭിനയിച്ച മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ലിസ്റ്റിന്റെ മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച് ജനഗണമന എന്ന സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പകുതി അഭിപ്രായങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സോഷ്യോ പൊളിറ്റിക്കൽ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ആദ്യ പകുതിക്ക് ഡീസന്റ്, ഒപ്പം തന്നെ നല്ല അഭിപ്രായങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ സിനിമയുടെ പ്രൊമോ കണ്ടന്റുകൾ പുറത്തു വന്നപ്പോൾ ഒരു ട്രാക്ക് ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയും. ആദ്യം കോമഡി കണ്ടന്റുകൾ പുറത്തുവിട്ട് പിന്നീട് സീരിയസ് കണ്ടന്റുകൾ പുറത്തുവിട്ടതുപോലെ തന്നെയാണ് സിനിമയുടെ ആദ്യ പകുതിയും. നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ മുഴുവൻ സഞ്ചരിക്കുന്നത്. ആദ്യം ഒരു കോമഡി എന്റർടൈനർ ലേബലിൽ തുടങ്ങി പിന്നീട് സീരിയസ് കണ്ടന്റിലേക്ക് പോകുന്നതാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ആദ്യ പകുതി. ഒരു പൊളിറ്റിക്സ് ലേബൽ എല്ലാം തന്നെ കടന്നു വരുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ആദ്യ പകുതി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കുമ്പോൾ ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ രണ്ടാം പകുതിയിലേക്കാണ്. ഏറെ നാളുകൾക്ക് ശേഷം നിവിന്റെ ഒരു വമ്പൻ റിലീസോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ കഴിഞ്ഞ മാസം നിവിൻ തിരിച്ചു വന്നത് വെറും ഒരു സാമ്പിൾ മാത്രമാണ് എന്നും ഈ സിനിമയിലൂടെയാണ് മുഴുനീള തിരിച്ചുവരവ് നിവിൻ നടത്തുന്നത് എന്നാണ് ആദ്യ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സിനിമയുടെ മുഴുവൻ അഭിപ്രായം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുന്നേ തന്നെ ലഭ്യമാകും. എന്തായാലും രണ്ടാം പകുതി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കും. ഒപ്പം ഈ മെയ് മാസത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് തരംഗത്തിന് സിനിമ തുടക്കമിടുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.